എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു ഡെമോൺസ്ട്രേഷനിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. നമ്മൾ കുറച്ചു കാലമായിട്ട് ഈ സിസ്റ്റം തകരാറിൻ്റെ കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസവും മിഥുൻ എന്ന് പറയുന്ന ഒരു കുട്ടി കൊല്ലത്തൊരു സ്കൂളിലുണ്ടായ അപകടം കാരണം മരിച്ചിരിക്കുന്നു. അതും സിസ്റ്റത്തിൻ്റെ തകരാറാണ്. കോട്ടയത്ത് മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന് ബിന്ദു എന്ന് പറഞ്ഞൊരു സ്ത്രീ മരിച്ചത് സിസ്റ്റത്തിൻ്റെ തകരാറാണ്. അങ്ങനെ ഡെയിലി ഓരോ സിസ്റ്റത്തിൻ്റെ തകരാറ് കൊണ്ട് ഓരോരോ പ്രശ്നങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ സിസ്റ്റത്തിൻ്റെ തകരാറ് കൊണ്ട് ഈ മന്ത്രിമാർക്കും അധികാരികൾക്കും മാത്രം യാതൊരു കുഴപ്പവും സംഭവിക്കുന്നില്ല. പാർട്ടി നേതാക്കളും മന്ത്രിമാരും ഒക്കെ ഈ സിസ്റ്റം കൊണ്ട് ഗുണമുണ്ടാക്കുന്നതല്ലാതെ അവർക്കൊരു കോട്ടവും ഉണ്ടാകുന്നില്ല. ഈ സിസ്റ്റത്തിൻ്റെ തകരാറ് കൊണ്ട് കോട്ടം അനുഭവിക്കുന്നവർ അല്ലെ ദുരിതം അനുഭവിക്കുന്നവർ ഈ പാവപ്പെട്ട വോട്ടർമാർ മാത്രമാണ്. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ തകരാറിനെ പറ്റിയാണ് നമ്മൾ ഈ കാർട്ടൂണിൽ നിന്ന് വരയ്ക്കുന്നത്. ഈ സിസ്റ്റം നന്നാക്കാൻ വേണ്ടി ഈ 9 വർഷമായിട്ട് അധികാരത്തിൽ ഇരുന്നവർക്ക് സിസ്റ്റം നന്നാക്കാൻ പറ്റുന്നില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ഓരോരോ സിസ്റ്റം തകരാറാകുമ്പോഴും ഇവർ പഴയ സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും മറ്റും കുറ്റം പറഞ്ഞിങ്ങനെ തടിതപ്പുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഈ സിസ്റ്റം വെച്ചുകൊണ്ടാണ് ഇവർ 100 കോടി രൂപ മുടക്കിയാണ് 4ാം വാർഷികം ആഘോഷിച്ചത്. ഇതിൻ്റെയൊക്കെ ഈ കോടി മുടക്കുന്ന ഈ ആഘോഷിക്കുന്ന സമയത്ത് ഇവർ സിസ്റ്റം നേരെയാക്കാനായിട്ട് ഇവരൊരു ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഭയങ്കര വലിയ ഹോർഡിങ്സ്, മാനം മുട്ടുന്ന മുഖ്യമന്ത്രിയുടെ പടം, എൻ്റെ തല എൻ്റെ ഫിഗർ എന്നുള്ള മട്ടിൽ മുഖ്യമന്ത്രിയുടെ തലയുള്ള വലിയ ഹോർഡിങ്സുകൾ ഉയർത്തി ഭരണ നേട്ടങ്ങൾ അവിടെ എഴുതി വെക്കും. പക്ഷേ എന്നിട്ട് സാധാരണ ജനത്തിന് അനുഭവിക്കുന്നത് ഈ സിസ്റ്റത്തിൻ്റെ വീഴ്ചയാണ്. അങ്ങനെ ഈ ഒരു പാവപ്പെട്ട ഒരു കോരൻ്റെ അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ തലയിലേക്ക് ഈ സിസ്റ്റം എറർ വന്ന് പതിക്കുന്നതാണ് ഇന്നത്തെ കാർട്ടൂണ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് വരയിലോട്ട് കടക്കാം. നല്ല ശക്തമായ മഴയായത് കാരണം അതിൻ്റെ ശബ്ദം കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്, അതിൽ ക്ഷമിക്കുക. ഇതാണ് കാർട്ടൂണിൻ്റെ റഫ്. ഇതാണ്. നമുക്ക് ഇനി ഇതിൻ്റെ വരയിലോട്ട് കടക്കാം. സിസ്റ്റം തലയിൽ വീഴുന്നത് കണ്ട് ഭയചകിതനായി പേടിച്ചോടുന്ന ഒരു സാധാരണക്കാരൻ, ഒരു പാവപ്പെട്ടവൻ്റെ അവസ്ഥയാണ്. കോടികൾ മുടക്കി എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്നുള്ള മട്ടിൽ നഗരങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന വലിയ ഹോർഡിങ്സ്, അതിനകത്ത് പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് നമ്മുടെ
കാരണഭൂതനിരിക്കുകയാണ്. തൻ്റെ ഭരണ നേട്ടങ്ങൾ വിവരിക്കുന്ന ഫ്ലക്സുകളാണ് ഈ ഫ്ലക്സും ഹോർഡിങ്സും ഒക്കെയാണ് നഗരത്തിൽ മൊത്തം നിരത്തിയിരിക്കുന്നത്. ആ ഭരണ നേട്ടങ്ങൾ എന്താണെന്ന് നമുക്ക് ഇതിനകത്ത് കാണാം. ഈ ഹോർഡിങ്സിൽ പറയുന്ന ഭരണ നേട്ടങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇതെല്ലാം കൊട്ടിഘോഷിക്കുന്ന അല്ലെങ്കിൽ വെറുതെ തള്ളുന്ന നിരർത്ഥകമായ കുറേ ഭരണ നേട്ടങ്ങളുടെ കാര്യങ്ങളാണ് ഇതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഹോർഡിങ്സിനുള്ളതിൻ്റെ എതിരാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ആശുപത്രികൾ തകരുന്നു, റോഡുകൾ തകരുന്നു, സ്കൂളുകൾ തകരുന്നു, മറ്റേ ആഭ്യന്തര രംഗം തകരുന്നു, എല്ലാം തകർച്ചയിലുള്ള വാക്കുകളാണ്. വ്യവസായ രംഗം എല്ലാം തകർച്ചയിലാണ്. നമ്മളിതിന് മൊത്തം എഴുതിയിട്ടില്ല, സ്ഥലപ്പളവുമായാലും മുഴുവനും എഴുതിയിട്ടില്ല. കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഫൈനലായിട്ടുള്ള രൂപം ലാസ്റ്റ് ഒന്നുകൂടെ കാണാം. കുറച്ച് മോഡിഫിക്കേഷനൊക്കെ കൂടെ വരുത്താനുണ്ട്. അത് കഴിഞ്ഞ് നമുക്കൊന്നുകൂടെ കാണാം.